say proper storing of henna cones is very important for its stain, I mean it. എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ആഫ്റ്റർ കെയർസിനെ പറ്റിയിട്ടും അതുപോലെ ഹെന്നൻ്റെ സ്റ്റോറേജിനെ പറ്റിയിട്ടും ഞാനൊരു ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും അയച്ചു കൊടുക്കാറുണ്ട്. ഒരു വലിയ 3 പാരഗ്രാഫ്സ് അയച്ചു തരുമ്പോൾ ഒബ്വിയസ്ലി മടി ഉണ്ടാവും അത് വായിക്കാൻ. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കോൺസിന് സ്റ്റെയിൻ ഒന്നും വന്നില്ല, അത് റിട്ടേൺ അയക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ. ഇത് ഫസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. പക്ഷെ ഓരോ ബാച്ചും സ്റ്റെയിൻ ടെസ്റ്റ് ചെയ്യാതെ ഞാൻ ഒരിക്കലും സെൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കോൺസിൽ എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡയറക്റ്റ് കസ്റ്റമറോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തത്, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, എപ്പോഴാണ് നിങ്ങൾക്ക് കോൺസ് റിസീവ് ചെയ്തതെന്ന്. അപ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് ശേഷം തന്നെ അവർക്ക് കോൺസ് റിസീവ് ചെയ്തിരുന്നു. പക്ഷേ അവർ കോൺസ് സ്റ്റോർ ചെയ്തത് കബേർഡിലായിരുന്നു. സാധാരണ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽ കോൺസിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ഓർഗാനിക് ഹെന്ന കോൺസ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു തരം പ്രിസർവേറ്റീവ്സും അതിലില്ല. അതുകൊണ്ടാണ് ഓർഗാനിക് ഹെന്ന കോൺസ് എപ്പോഴും ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിൽ മാക്സിമം 3 ഡേയ്സിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അതിലുള്ള ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് കോൺസ് ഒട്ടും സ്റ്റെയിൻ ചെയ്യത്തില്ല. So next time if you're buying organic henna cones, always remember to store it in freezer.